എം കമൽ ചേരുന്നുണ്ട്. കമൽ, ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ബേലി പാലത്തിൽ പ്രധാനമന്ത്രി എത്തിയപ്പോഴുള്ള ആ ദൃശ്യങ്ങളാണ്. ഇനിയുള്ള സമയം അധിക സമയം ഇല്ല. 3:55 തന്നെ ഈ ഷെഡ്യൂൾ അനുസരിച്ച് പോകേണ്ടതാണ്. അതിനു മുൻപ് പ്രധാനപ്പെട്ട യോഗങ്ങളുണ്ട്, പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചകളുണ്ട്. കമൽ. പ്രജീഷ്, പ്രധാനമന്ത്രി ചൂരൽമലയിൽ നിന്ന് മടങ്ങിയിരിക്കുന്നു. ഏതാണ്ട് 5 മിനിറ്റ് മുന്നേ അദ്ദേഹം മടങ്ങിയിരിക്കുന്നു. ഇനി എന്തായാലും ചുരുങ്ങിയത് ഒരു 20 മിനിറ്റ് എങ്കിലും വേണം ചൂരൽമലയിൽ നിന്ന് മേപ്പാടിയിലെത്താൻ. മേപ്പാടിയിൽ നിന്ന് ഒരു 10 മിനിറ്റ് ദൂരത്ത് വിംസ് ആശുപത്രി, അവിടെയാണ് അദ്ദേഹത്തിന്റെ അടുത്ത പോയിന്റ്. അവിടെ അദ്ദേഹം ആളുകളുമായി സംവദിക്കും. അത് കഴിഞ്ഞ് മടങ്ങുന്ന വഴിയിലാണ് ഈ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പ്, പിന്നീട് കലക്ടറേറ്റിൽ പോയി യോഗം. അതാണ് ഇനിയുള്ള ഷെഡ്യൂൾ. പക്ഷേ ഏറ്റവും പ്രധാനം, അദ്ദേഹം ബേലി പാലത്തിലെത്തി. ആ പാലത്തിലൂടെ അദ്ദേഹം നടന്നിരിക്കുന്നു. നമ്മൾ നേരത്തെ അത് പ്രതീക്ഷിച്ചാണ് പ്രധാനമന്ത്രി അവിടെ സന്ദർശിക്കുമെന്നും പാലത്തിലൂടെ ക്രോസ് ചെയ്യുമെന്നും. കാരണം ഈ രക്ഷാദൌത്യത്തിൽ ഏറ്റവും നിർണായകമായ ഒരു ഇടപെടലായിരുന്നു ആ പാലത്തിന്റെ നിർമ്മാണം. അത് സൈന്യമാണ് വളരെ പെട്ടെന്ന് ഏതാണ്ട് 1.5 ദിവസം കൊണ്ട് അത്തരമൊരു പാലം നിർമ്മിച്ച് മുണ്ടക്കൈയെ ഒറ്റപ്പെട്ട് കിടന്ന മുണ്ടക്കൈയുമായുള്ള ഒരു കണക്ടിവിറ്റി റെഡിയാക്കിയത് ആ പാലത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം സൈന്യം നിർവഹിച്ചൊരു ദൗത്യം. ആ പാലം കാണാൻ അദ്ദേഹം എത്തി, പാലത്തിലൂടെ നടന്നിരിക്കുന്നു. അതിനു മുൻപ് അദ്ദേഹം വെള്ളാർമല ഹൈസ്കൂൾ പരിസരത്തെത്തി ദുരന്തത്തിന്റെ ഒരു ഭീകരത നേരിട്ട് മനസ്സിലാക്കി. ഏറ്റവും കൂടുതൽ തകർന്ന വീടുകളുള്ള, ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെട്ട ആ മേഖലയിൽ പ്രധാനമന്ത്രി നേരിട്ടെത്തി. ഇപ്പോൾ അദ്ദേഹം ദുരന്തമുഖത്തെ സന്ദർശനം പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി അദ്ദേഹത്തിന് കാണേണ്ടത് അതിജീവിതരെയാണ്. പരിക്കേറ്റ് ചികിത്സയിലുള്ള ആളുകളെ കാണാൻ വിംസ് ആശുപത്രിയിലേക്ക് പോകും. അവിടെ നിന്ന് ക്യാമ്പിൽ കഴിയുന്ന ആളുകളെ കാണും. അതിനുശേഷമാണ് കൽപ്പറ്റയിൽ അവലോകന യോഗം. ഈ സമയം വൈകിയതുകൊണ്ട് ഇനി ഏതെങ്കിലും തരത്തിൽ മാറ്റം ഉണ്ടാകുമോ എന്ന് എനിക്ക് ഈ ഘട്ടത്തിൽ അറിയില്ല. പക്ഷേ വിംസ് ആശുപത്രിയിലേക്ക് അദ്ദേഹം എന്തായാലും പോകും എന്ന് തന്നെ ഉറപ്പാണ്. ഈ ക്യാമ്പിലെ സന്ദർശനത്തിലോ മറ്റോ മാറ്റം ഉണ്ടാകുമോ എന്നറിയില്ല. പക്ഷേ എല്ലായിടത്തും സുരക്ഷയൊക്കെ ഒരുക്കി SPG എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. ഏതാണ്ട് ഒരു 15-20 മിനിറ്റ് കൊണ്ട് അദ്ദേഹം ഈ ചുരൽമല നിന്നുള്ള റോഡിലൂടെ മേപ്പാടിയിലേക്ക് കടന്നു വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വാഹന വ്യൂഹം ദൃശ്യമാവുക ആ തേയിലത്തോട്ടത്തിലൂടെ ചുരൽമലയിൽ നിന്ന് മേപ്പാടിയിലേക്ക് വരുന്ന ആ റോഡിലൂടെയാണ് വാഹനവ്യൂഹം കടന്നു വരേണ്ടത്. അവിടെ എത്തിയാൽ അത് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 300 മീറ്റർ കഴിഞ്ഞാൽ മേപ്പാടി ടൗണായി. ടൗണിൽ നിന്ന് കറങ്ങി വിംസ് ആശുപത്രിയിലേക്കുള്ള റോഡിലേക്ക് പോകണം. അത് മേപ്പാടി ടൗണിൽ നിന്ന് ഒരു 10 മിനിറ്റോളം സമയമെടുക്കും ആശുപത്രിയിലെത്താൻ. അവിടെ അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട ഈ ചികിത്സയിൽ കഴിയുന്ന ആളുകളുമായി സംസാരിക്കും. അതിന് ശേഷമായിരിക്കും ക്യാമ്പിലും പിന്നീട് കലക്ടറേറ്റിലും എത്തുക. കമൽ, നമ്മളെ സംബന്ധിച്ചുള്ള ഒരു പ്രതീക്ഷയുടെ പരകോടിയിൽ എത്തുമ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് എത്തുന്നു. നേരത്തെ ആദ്യം സൂചിപ്പിച്ചത് ആകാശ ദൃശ്യങ്ങൾ ഉണ്ടാകുമോ, അല്ലെങ്കിൽ ആ ഹെലികോപ്റ്ററിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം കാഴ്ച കാണുമോ എന്ന സംശയമുണ്ടായിരുന്നു. അതല്ല, അദ്ദേഹം നേരിട്ട് കണ്ടു. നേരിട്ട് അദ്ദേഹം കാര്യങ്ങൾ വിലയിരുത്തുന്നു. കണ്ണിലൂടെ കാണുകയാണെല്ലാം. ആ നിലയ്ക്കൊക്കെ എത്രത്തോളം നമ്മുടെ സാമ്പത്തിക കൈത്താങ്ങിൽ ഒരു മികച്ച ഒരു പ്രതികരണം പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രജീഷ്, അതാണ് എല്ലാവരും പ്രതീക്ഷയോടെ നോക്കുന്നത്. അദ്ദേഹം കണ്ണൂരിൽ നിന്ന് വന്ന് വയനാട്ടിന്റെ മണ്ണിൽ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം ദുരന്തത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കി. ഹെലികോപ്റ്ററിലൂടെ അദ്ദേഹം ആകാശ നിരീക്ഷണം നടത്തി. തുടർന്നാണ് അദ്ദേഹം കൽപ്പറ്റയിൽ ഇറങ്ങി. പക്ഷേ അതുകൊണ്ട് നേരത്തെയൊക്കെ ഒരു സംശയമുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഫ്രെയിമിൽ കാണുന്നത് ജില്ലാ കലക്ടറുടെ വണ്ടി മടങ്ങുന്നതാണെന്ന് തോന്നുന്നു. പ്രജീഷ്, വാഹനവ്യൂഹം അതിന് പുറകെ നേരത്തെയും അങ്ങനെയാണ്. ഒരു വണ്ടി ആദ്യം പോയിരുന്നു, കലക്ടറുടെ എന്ന് കരുതുന്ന ഒരു വണ്ടി പോയിരുന്നു. എന്തായാലും പ്രധാനമന്ത്രി എത്തുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വന്നത്, അദ്ദേഹം ആകാശ നിരീക്ഷണം മാത്രം നടത്തുമോ എന്നൊക്കെ ഇന്നലെയൊക്കെ സംശയമുണ്ടായിരുന്നു. കാരണം ഈ പാത അതൊരു പാതയാണ്. ഈ മേപ്പാടിയിൽ നിന്നുള്ള 12 കിലോമീറ്റർ ദൂരം ദുരന്ത ഭൂമിയിലേക്ക്. അതിലൂടെ അദ്ദേഹം റോഡ് മാർഗം പോകുമോ എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം പോയി. ഈ ആകാശ നിരീക്ഷണത്തിന് ശേഷവും അദ്ദേഹം നേരിട്ട് ആ സ്ഥലം സന്ദർശിക്കണം എന്ന് തന്നെ തീരുമാനിച്ച് അങ്ങോട്ട് റോഡ് മാർഗം അദ്ദേഹം പോയി. ദുരന്തത്തിന്റെ വ്യാപ്തി ഏറ്റവും കൂടുതൽ ദുരന്തമുണ്ടായ വെള്ളാർമല ഹൈസ്കൂൾ റോഡിൽ അദ്ദേഹം എത്തി. തകർന്നു കിടക്കുന്ന വീടുകളും ഭീകര ദൃശ്യങ്ങളും അദ്ദേഹം നേരിട്ട് കണ്ടു. ഉദ്യോഗസ്ഥർ മുഴുവൻ സമയവും അവിടെ ഉണ്ടായിരുന്ന ജില്ലാ കലക്ടർ മേഘശ്രീ, അതുപോലെ ADGP അജിത് കുമാർ, ഇപ്പോൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ഡോക്ടർ V വേണു ഉൾപ്പെടെയുള്ള ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് അദ്ദേഹം എല്ലാ വിവരങ്ങളും ചോദിച്ചു മനസ്സിലാക്കി. മുഖ്യമന്ത്രിയും ഗവർണറും കേന്ദ്ര സഹമന്ത്രിയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ നേരിട്ട് പ്രധാനമന്ത്രി ഗ്രൗണ്ടിൽ ഇറങ്ങി ആ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. ആകാശ നിരീക്ഷണത്തിന് പുറമെയാണ് അദ്ദേഹം ഇത്തരത്തിലെത്തിയത്. തുടർന്ന് അദ്ദേഹം സൈന്യം ഏറ്റവും നിർണായകമായ ഇടപെടൽ, ഈ രക്ഷാദൌത്യത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഇടപെടലായ ബെയിലി പാലം, ആ സൈന്യം നിർമ്മിച്ച പാലത്തിലൂടെ അദ്ദേഹം നടന്നു. അതിനുശേഷം അദ്ദേഹം ചൂരൽമലയിൽ നിന്ന് മടങ്ങിയിരിക്കുന്നു. ഇനിയാണ് അതിജീവിതരുമായുള്ള ആശയവിനിമയം.